ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കോഫി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്ത് കോഫിയാണെന്ന്. അപ്പോൾ ഒരു സമയത്ത് നല്ല ട്രെൻഡിങ് ആയിട്ട് ഉണ്ടായിരുന്നൊരു ഡാൽഗോണ കോഫിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു റെസിപ്പി വീഡിയോ എടുത്ത് ഞങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 രൂപയുടെ ബ്രൂ കോഫിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 3 പാക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 പാക്കും ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോഫി കുടിക്കാൻ പൂതിയായപ്പോൾ ജസ്റ്റ് ഒരു കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഉണ്ടാക്കില്ല, അപ്പോൾ ഒരു ഡാൽഗോണ കോഫി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കോഫി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. പക്ഷെ കണ്ടിരിക്കണം എന്താണ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നോക്കുമ്പോഴൊക്കെ കാണുന്നു എന്നല്ലാണ്ട് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഈ ഒരു കോഫി. അപ്പോൾ ഏതായാലും ഉണ്ടാക്കില്ലെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കോഫി പൗഡർ ഇട്ടെടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ക്രീമാക്കിയിട്ട് എടുക്കണം ഈ ഒരു കോഫിയുടെ മിക്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ക്രീമാക്കി കിട്ടും. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ വിസ്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. പക്ഷെ അത് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ടൈം പിടിക്കും കേട്ടോ അതൊന്ന് ക്രീമാക്കി കിട്ടണമെങ്കിൽ. അപ്പോൾ ഇതുപോലെ ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്രീമി സ്ട്രക്ചറായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ക്രീമിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ കാണാൻ, ഇതിങ്ങനെ ക്രീമാക്കി ഇങ്ങനെ വരുമ്പോൾ. ഇനി നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് കോഫി ഉണ്ടാക്കി കുടിക്കുന്ന ടൈമിൽ ഇതുപോലെ കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്രീമാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കത് കോഫി ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. സിമ്പിൾ പണിയുള്ളൂ കേട്ടോ. പിന്നെ അതിൽ നമ്മൾ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ പാല് ചേർത്തെടുക്കും, വേറെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോഫി ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലേക്ക് നല്ല ചൂടുള്ള പാലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാല് നല്ല ചൂടുള്ള പാൽ തന്നെ വേണം കേട്ടോ, നല്ല കോഫി കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കോഫിയുടെ ക്രീം ഉണ്ടല്ലോ അത് പാലിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇവിടെ ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. 2 ലെയറായിട്ട് പാലിൻ്റെ ആ കളറും കോഫിയുടെ ആ കളറും കൂടി വരുമ്പോൾ 2 ലെയറായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു കോഫി കാണാൻ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുടിക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പദം ഉണ്ടല്ലോ അതിങ്ങനെ മുകളിലായിട്ട് നിൽക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ട് നല്ല എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് കുടിച്ച് നോക്കിയത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ സിമ്പിളാണ് കേട്ടോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.